നമസ്തേ, ഞാൻ കാർത്തിക് ശിവകുമാർ. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് ചിലർ ബൈബിളിൽ പറയുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഭയങ്കര തമാശൻ. ഒന്ന്, ലാസറസിൻ്റെ പെങ്ങൾ, അതായത് മറിയ മാർത്ത എന്നും പറഞ്ഞ രണ്ട് പേരെ പിമ്പ് ചെയ്ത് ജീവിക്കുന്ന ആളാണ് ലാസർ. ലാസറിൻ്റെ പെങ്ങന്മാരാണ് ഈ മറിയ മാർത്ത. അതിൽ മറിയ വേശിയാണെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. മനസ്സിലായി? അപ്പോൾ ഇതിൽ മാർത്തയാണ് പറയണത്. എന്തെന്ന്? അതെ, പുനരുദ്ധാന ദിവസം എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശു പറയും, ഞാൻ തന്നെയാണ് പുനരുദ്ധാനം എന്ന് പറയും. അപ്പോൾ അവളത് സമ്മതിക്കും. അപ്പോൾ ഒരു വേശ്യ. പിന്നെ അടുത്തത്, ബൈബിളിൽ യോഹന്നാൻ്റെ പുസ്തകത്തിൽ ജേക്കബ്സ് വെൽ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള യാക്കോബ്, ഇസഹാക്കിൻ്റെ മോൻ യാക്കോബ്. അപ്പോൾ ഈ ജേക്കബ്സ് വെല്ലിൽ വെള്ളം എടുക്കാൻ പോകും. കിണറാണത്. അവിടെ വെള്ളം എടുക്കാൻ പോണേ. വെള്ളം എടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു പെണ്ണുണ്ട്, ഒരു യഹൂദ സ്ത്രീ. അപ്പോൾ യേശു അവളായിട്ട് സംസാരവും. യേശു പറയും, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഞാൻ ജീവൻ്റെ വെള്ളം തന്നാനെന്ന് പറയും. നിനക്ക് ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറയും. പിന്നെ അപ്പോൾ ഇവളുടെ സംസാരത്തിനിടയിൽ യേശു പറയും, നിനക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. യേശു ഇവളോട് സംസാരിക്കണേ ഈ സ്ത്രീയായിട്ട്. അവളുടെ പേര് പറയുന്നില്ല. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന്. അപ്പോൾ ഇവൾ ആരായി മോള്? മനസ്സിലായോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ ക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്. അവളാണ് ശരിക്കും യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്നത്, ക്രൈസ്റ്റാണെന്ന് പറയുന്നത് അവളാണ്. പിന്നെ വേറൊരാൾ പറയുന്നുണ്ട്, ഒരു പുരുഷൻ, അത് പത്രോസ്. അത് പത്രോസിനെ കുത്തി പറയിപ്പിക്കണുണ്ട് യേശു. ആദ്യം പത്രോസ് മാത്രമല്ല, മറ്റ് ശിഷ്യന്മാരും എല്ലാവരും ഉണ്ട് യേശുവിൻ്റെ കൂടെ. അവർ ഗലീലിയിൽ നിന്ന് യൂദാദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കണേ. അതാണ് സന്ദർഭം. അപ്പോൾ എല്ലാവരോടുമായിട്ട് യേശു ചോദിക്കും, കുറേ നാളൊക്കെ കുറേ നമ്പറൊക്കെ കാണിച്ചല്ലേ, അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടണ്ടേ. അപ്പോൾ യേശു ചോദിക്കും, ഞാൻ ആരാണെന്നാണ് നാട്ടുകാർ പറയണത് എന്ന് ചോദിക്കും. അത് ഞാൻ ആരാണെന്ന് ചോദിക്കില്ല കേട്ടോ, മനുഷ്യപുത്രൻ ആരാണ് അങ്ങനെ ചോദിക്കുള്ളൂ. എന്താ ഒരു കണ്ണിങ്നെസ്! അതായത് ഓരോരോ വാക്കും ഉണ്ടാക്കിയെടുത്തിട്ട് അത് എവിടെയൊക്കെയാണ് പ്രയോഗിക്കണമെന്ന് നോക്കും. ഞാൻ ആരാണെന്നാണ് നാട്ടുകാർ പറയണമെന്ന് വെച്ചാൽ അത് വളരെ ഡയറക്റ്റ് അല്ലേ. നമുക്ക് കാര്യം വായനക്കാരന് പെട്ടെന്ന് പോയി, ഇയാളെന്താ ഇങ്ങനെ പറയണത്, ഞാൻ ആരാണെന്ന് നാട്ടുകാർ പറഞ്ഞു, മനുഷ്യപുത്രൻ ആരാണെന്ന് നാട്ടുകാർ. അത് യേശുവാണ്. യേശുവിനെ കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ശിഷ്യന്മാർ പറയും, ചിലർ പറയണത് നീ ഒരു പ്രോഫറ്റാണെന്നാണ്, ചിലർ പറയുന്നത് നീ ഏലിയാണെന്നാണ്, ഏലിയ പ്രവാചകൻ. അപ്പോൾ യേശു വീണ്ടും ചോദിക്കും, നാട്ടുകാരെ പറഞ്ഞ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ ഞാൻ ആരാണെന്നാണ് പറയണതെന്ന് ചോദിക്കും. അപ്പോൾ പത്രോസ് പറയും, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് പറയും. യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് എന്ന് പറയും. അപ്പോൾ തന്നെ പത്രോസിനോട് യേശുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. യേശു എന്താ പറയണത്? പത്രോസേ,
നിനക്ക് ഈ അറിവ് കിട്ടിയത് ഏതെങ്കിലും മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടിയേക്കണ അറിവാടാന്ന് പറയും. എന്നിട്ട് വേറൊരു കാര്യം കൂടി പറയും, സ്വർഗത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, നിൻ്റെ കയ്യിലാണ്. നീ ഇവിടെ പൂട്ടുന്നത് സ്വർഗത്തിലും പൂട്ടിയിരിക്കും, നീ ഇവിടെ അഴിക്കുന്നത് തുറക്കുന്നത് സ്വർഗത്തിലും തുറന്നിരിക്കും. അതാണ് ഈ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഈ ഒരു താക്കോലുണ്ടല്ലോ, ആ താക്കോല് ഈ താക്കോലാണ്. ഈ ബൈബിളിലെ ഈ വചനത്തിൽ നിന്നാണ് ആ താക്കോൽ ഉണ്ടായത്. മനസ്സിലായോ? നൗ പത്രോസ് യേശു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ പത്രോസിനോട് യേശു പറയുന്നത് എന്താണ്? നിനക്കിത് ഏതെങ്കിലും മനുഷ്യരിൽ നിന്ന് കിട്ടിയ അറിവല്ല, ഇത് നിനക്ക് സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടിയാൽ. വേറൊരു കാര്യം കൂടി പറയും, ഇനി മുതൽ, അന്ന് മുതൽ ശിമയോൻ എന്നായിരുന്നു പേര്, ഇനി മുതൽ ശിമയോനെ, ഇനി മുതൽ നീ റോക്ക് എന്നർത്ഥമുള്ള പീറ്റർ, പത്രോസ് എന്ന് വിളിക്കപ്പെടും, പാറ എന്ന് വിളിക്കപ്പെടും. നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ ഭവനം പണിയും. അതായത് ചർച്ച്. അതാണ് റോമൻ കാത്തലിക് ചർച്ച്. മനസ്സിലായോ? 100 കോടിയാണ് അവരുടെ അംഗസംഖ്യ. ഓക്കെ. ഏറ്റവും മനുഷ്യരാശിയോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയിരിക്കുന്ന സഭ റോമൻ കാത്തലിക് ചർച്ചാണ്. നിങ്ങൾ ഈ അൽഖ്വയ്ദ, ബോക്കോ ഹറാം എന്നൊക്കെ പറയില്ലേ, 1,00,000 ബോക്കോ ഹറാം കൂടിച്ചേർന്ന ഒരു റോമൻ കാത്തലിക് ചർച്ചിന് തുല്യമാവില്ല. ആയിരക്കണക്കിന് വർഷമാണ് അവർ യൂറോപ്പിൽ പീഡന പരമ്പര അഴിച്ചു വിട്ടത്. മനസ്സിലായോ? അങ്ങനെ ആ സമയമാണ്, അതായത് റോമിൻ്റെ ഫോള്, റോമ സാമ്രാജ്യത്തിൻ്റെ പതനം. 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് റോമ സാമ്രാജ്യത്തിൻ്റെ പതനവും റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ആവിർഭാവവും ജനനവും ഒരേ സമയത്തായിരുന്നു, സൈമൾട്ടേനിയസ് ആയിരുന്നു. അതായത് നിങ്ങൾ പിശാചിന് നിങ്ങളുടെ ഒരു വിരൽ കൊടുക്കൂ, അവൻ നിങ്ങളുടെ ഫുൾ ബോഡി അവൻ കൊണ്ടുപോയിരിക്കും. അതാണ് സംഭവിച്ചത്. മനസ്സിലായോ? അപ്പോൾ പത്രോസിനോട് ഇങ്ങനെ പറയുന്ന യേശു ഇതേപോലെ തന്നെ ഒരിക്കൽ, അത് ലാസ്റ്റത്തെ വരവ്, ഗലീലിയിൽ നിന്ന് ചാകാൻ വേണ്ടി കണക്കാക്കി വരുന്ന വരവുണ്ടല്ലോ, ആ വരവിൽ യേശു ശിഷ്യന്മാരോട് എല്ലാവരോടുമായിട്ട് പറയും, നമ്മൾ ജെറുസലേം എത്താറായി, ഇനി മനുഷ്യപുത്രനെ അവർ പിടിച്ചു കെട്ടി വിദേശീയർക്ക്, ജെൻറ്റൈൽസിന്, അതായത് വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. റോമൻസിന്. ജ്യൂസ് മാത്രമുള്ള ദൈവത്തിൻ്റെ ജനം, മറ്റുള്ളവരൊക്കെ വിജാതിയരല്ലേ, കാഫിറുകളെന്ന് പറയില്ലേ, അത് തന്നെയാണ് ഈ വിജാതിയരെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇതൊക്കെ ക്രിസ്തു മതത്തിൽ നിന്നുണ്ടായ സംഭവമാണിത്, കാഫിർ എന്നൊക്കെ പറയണത്. അതാ അതിൻ്റെ ഒറിജിനൽ വെർഷൻ ബൈബിളിലാണ് കിടക്കുന്നത്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ഇത് പറഞ്ഞു, എന്നെ കൊല്ലും, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് കേൾക്കുമ്പോൾ പത്രോസ് എന്ത് ചെയ്യും? ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, പത്രോസ് യേശുവിനെ മാറ്റി നിർത്തും. എന്നിട്ട് പറയും, ഗുരു, കർത്താവേ, നീ മരിക്കരുത്, നീ മരിക്കരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ കുരിശിൽ കയറരുത് എന്ന് പറയണേ. അപ്പോൾ തന്നെ യേശുവിൻ്റെ ഒരു ഡയലോഗുണ്ട് പത്രോസിനോട്, ഗെറ്റ് ബിഹൈൻഡ് മീ യു സൈറ്റൻ, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഓൺ മൈ വേ. അതായത് എൻ്റെ പിന്നിലോട്ട് പോടാ സാത്താനെ, നീ എൻ്റെ മാർഗത്തിൽ ഒരു തടസ്സമാണെന്ന്. മനസ്സിലായോ? യേശു പറയണേ. ഒന്ന് ആലോചിച്ച് നോക്ക്. പത്രോസ് യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസിനോട് പറഞ്ഞു, നിനക്കിത് കിട്ടിയത് സ്വർഗത്തിൽ നിന്നാണ്,
നീയാണ് ഇനി മുതൽ ടീം ക്യാപ്റ്റൻ, എല്ലാം നീയാണ്, എന്നാ പിടിച്ചോ റിവാർഡ് ഒക്കെ പറഞ്ഞ യേശു. പത്രോസ് ഒന്ന് യേശുവിനോട് ചാകരുതേ, കുരിശിൽ കയറരുതേ. അതായത് കുരിശിൽ കയറിയില്ലെങ്കിൽ പിന്നെ ക്രിസ്തു മതം എങ്ങനെ ഉണ്ടാവും? യേശു കുരിശിൽ കയറിയല്ലേ ക്രിസ്ത്യാനികളെ കുരിശിട്ടുണ്ട് നടക്കുന്നത്. മനസ്സിലായോ? അതാണ് ജീസസിൻ്റെ എയിം. അവൻ്റെ ലക്ഷ്യം കുരിശിൽ കയറുക എന്നുള്ളത്. അപ്പോൾ അതിന് തടസ്സമായിട്ട് പത്രോസ് ഒന്ന് ഇമോഷണലായിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കി. ആക്ച്വലി ഇവിടെ ഞാൻ കാണുന്നത് പത്രോസിനല്ല, ഞാനിവിടെ കാണുന്നത് ബീൽസിബബിനെ. മനസ്സിലായോ? ബീൽസിബബ് എന്ന് പറഞ്ഞാൽ ഫോളൻ ആർക്കേഞ്ചൽ. അതാണ് മെറിയം വെബ്സ്റ്റർ പറയുന്ന നിർവചനം. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഫോളൻ റിബൽ ആർക്കേഞ്ചൽ. നൗ ബീൽസിബബാണ് യേശുവിനെ പരീക്ഷിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ ബൈബിളിൽ. ആദ്യം പരീക്ഷണമുള്ള 40 ദിവസവും 40 രാവും പോയാലും അവൻ മരുഭൂമിയിൽ ആത്മാവ് അവനെ, അനന്തരം ആത്മാവ് അവനെ, അതായത് യേശുവിൻ്റെ ഈ സ്നാപയോഹന്നാൻ്റെ അടുത്ത് വന്നിട്ട് സ്നാനം കഴിക്കലുണ്ടല്ലോ, മുങ്ങിക്കുളിച്ച്, അപ്പോഴുള്ള ക്രിസ്ത്യാനിയാണത്. മോളിൽ നിന്ന് പ്രാവ്, എന്താണ്, ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് യേശുവിൻ്റെ തലയിലിരിക്കണതും യേശുവിനോട് അവിടെ ഒരു അശരീരി ഉണ്ടാകുന്നതും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം അടുത്തത് എഴുതിയിരിക്കുന്നത് ബൈബിളിൽ പറയുന്നത് ദെൻ, അതായത് ഈ സ്നാപനം കഴിഞ്ഞപ്പോൾ, ദെൻ ദ സ്പിരിറ്റ് ടുക്ക് ജീസസ്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ അവൻ 40 രാവും 40 പകലും ഉപവസിച്ചു എന്നെഴുതിയേക്കണേ. മനസ്സിലായി? അപ്പോൾ ഈ ഉപവാസം കഴിയലും 40 രാവും 40 പകലും കഴിഞ്ഞപ്പോൾ അവന് വിശന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 40 രാവും 40 പോലും യേശുവിന് വിശന്നില്ല. മനസ്സിലായി? അങ്ങനെ വിശക്കും? പിശാചല്ലേ, അവന് വിശപ്പും ദാഹമൊന്നുമില്ല. നൗ അപ്പോൾ ദെൻ ദ ഡെവിൾ കെയിം, പിശാചി വന്നിട്ട് യേശുവിനെ പരീക്ഷിച്ചു എന്ന് പറയണ്ടല്ലോ. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ടേൺ ദീസ് സ്റ്റോൺസ് ഇൻ ടു ബ്രെഡ് എന്ന് പറയുന്നത് അവിടെ. അപ്പോൾ ആ 3 പ്രാവശ്യം യേശുവിനെ ട്രൈ ചെയ്യുന്നുണ്ട്, പരീക്ഷിച്ച് നോക്കുന്നുണ്ട് 3 തവണ. അത് കഴിഞ്ഞിട്ട് ബൈബിള് പറയുന്നത് ദെൻ ദ ഡെവിൾ ലെഫ്റ്റ് ജീസസ് ലുക്കിംഗ് ഫോർ എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ അർത്ഥം ഞാനത് വായിക്കലും എനിക്ക് മനസ്സിലായി, ഇതിനിയും വരുമെന്ന് മനസ്സിലായി. ഞാൻ വെയിറ്റ് ചെയ്യണതാണ് പിന്നെ അത് വന്നാൽ പിടിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചിങ്ങനെ വന്നപ്പോൾ, അപ്പോൾ യേശു ലാസ്റ്റ് ചാകാൻ വേണ്ടി വരുന്ന സമയത്ത് പത്രോസ് തടയുന്നു. അപ്പോൾ പത്രോസ് പറയുന്നു നീ മരിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ പത്രോസിനെ കൊണ്ട് അത് പറയിപ്പിച്ചത് ബീൽസിബബ്. ആ ബീൽസിബബിനാണ് യേശു സാത്താനെ എന്ന് വിളിച്ചത്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞില്ലേ, ദെൻ ദ ഡെവിൾ ലെഫ്റ്റ് ജീസസ് ലുക്കിംഗ് ഫോർ എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ഇത് ലാസ്റ്റത്തെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ കുരിശു മരണമാണ്. അപ്പോൾ അവിടെയാണ് ഒരു അറ്റംപ്റ്റ് നടത്തിയത്. പക്ഷേ ജീസസിന് മനസ്സിലായി ഇത് ബീൽസിബബാണെന്ന്. മനസ്സിലായോ? അതുകൊണ്ടാണ് പത്രോസിനോട് സാത്താനെ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു നിമിഷം പത്രോസ് സ്വർഗത്തിൽ നിന്ന് വലിയ വലിയ അറിവ് കിട്ടിയ ആൾ പെട്ടെന്ന് തന്നെ പത്രോസ് സാത്താനുമായി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ഈ പത്രോസിനോടാണ് യേശു പറയണത്, when you were young you used to fasten your seat belt, you used to fasten your belt and go wherever you wanted to. നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ നിൻ്റെ അരമുറുക്കി യഥേഷ്ടം സഞ്ചരിച്ചിരുന്നു. ബട്ട് വെൻ യു ആർ ഓൾഡ്
യു വിൽ റേസ് യുവർ ഹാൻഡ്സ്. എന്നാൽ നിനക്ക് വയസ്സാകുമ്പോൾ നീ നിൻ്റെ കൈകൾ മേലേക്ക് ഉയർത്തുകയും someone else will tie them and take you where you do not want to go. ചിലർ നീ മുകളിലോട്ട് കൈ ഉയർത്തും, ചിലർ നിൻ്റെ കൈ ബന്ധിച്ച് നീ പോകാൻ ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത അടുത്തേക്ക് നിന്നെ അവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ ഫോളോ ചെയ്ത ശിഷ്യന്മാർക്ക് കിട്ടുന്ന റിവാർഡ് നോക്ക് എങ്ങനെയാണെന്ന്. റിവാർഡ് നോക്ക്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എൻ്റെ അപ്പം പറഞ്ഞ് കേട്ടിട്ടുള്ളുണ്ട്. അപ്പന് ഇത്തരം ചരിത്രമൊക്കെ ഞോണ്ടി നോക്കുമായിരുന്നു. നമുക്കതിലൊന്നും വലിയ താല്പര്യമില്ല, നമുക്ക് സ്ക്രിപ്ചർ മാത്രം. അതായത് ഈ കൊച്ചു ത്രേസ്യ എന്നും പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നില്ലേ, മരിച്ചുപോയി. വളരെ ചെറുപ്പത്തിൽ മഹാരോഗം വന്ന് മരിച്ചു. അപ്പോൾ അവരുടെ മരണമൊഴിയുണ്ട്. അവർ പറയണം, ഓ ഡാർക്ക്നെസ്. ഇംഗ്ലീഷിലൊരു പുസ്തകമുണ്ട്, അതിൻ്റെ അകത്ത് വായിച്ചത്. അപ്പോൾ പറയാനാണ്, ഓ അന്ധകാരം അന്ധകാരം, ഇതാണോ ഞാൻ പ്രതീക്ഷിച്ചത്, ഇതിനു വേണ്ടിയാണോ ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ യേശു പത്രോസിനോട് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു എന്നാണ് കാണുന്നത്. എന്തെന്ന്? നീ പോകാൻ ഇഷ്ടപ്പെടാത്തടത്തേക്ക്. എന്തിനാണ് പത്രോസ് യേശുവിനെ ഫോളോ ചെയ്തത്? സ്വർഗത്തിൽ പോകാൻ. അപ്പോൾ നീ വയസ്സാകുമ്പോൾ നീ പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഈ പത്രോസിൻ്റെ മരണം അത് ഞാൻ വായിച്ച കാര്യമല്ല കേട്ടോ, വായിച്ച് കേട്ട കാര്യമാണ് ഞാൻ ഇനി പറയുന്നത്. അത് ഏതോ ഒരു ബൈബിളിലുണ്ട്. കാരണം ബൈബിളെന്ന് വെച്ചാൽ ചിലത് 66 പുസ്തകങ്ങളാണ്, ചിലത് 72, 73, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഫോർട്ട് കൊച്ചിയിലുള്ള സകല ക്രിസ്ത്യൻ ചർച്ചിലും ഞാൻ കയറി ഇറങ്ങി നടന്നിട്ടുള്ള ആളാണ്. ചർച്ച് ഓഫ് ഇന്ത്യ, പിന്നെ യഹോവ സാക്ഷികൾ, എല്ലായിടത്തും ഞാൻ പോകുമായിരുന്നു. ഒരിടയ്ക്ക് അങ്ങനെ ഒരു യാത്രയായിരുന്നു. മറ്റേ ചിന്താവിഷ്ടയ ശ്യാമളയിൽ ശ്രീനിവാസം പോവില്ലേ, അതേപോലെ. മനസ്സിലായോ? ഒരു ട്രിപ്പായിരുന്നു അത്. കുറേ നാൾ ഈ ബൈബിളും കക്ഷത്ത് പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇല്ലത്തിട്ട് വരണതേ. അതൊരു എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ പത്രോസിൻ്റെ കാര്യം. അപ്പോൾ ഞാനൊരു ചർച്ചിൽ പോയപ്പോൾ അവിടുത്തെ ഒരു പെന്തോ ആണെന്ന് തോന്നുന്നു, പെന്തോളുടെ ചർച്ചാണത്. പെന്തോൻ്റെ ചർച്ചിൽ പോയപ്പോൾ അവർ വായിക്കണത് ഞാൻ കേട്ടതാണ്. ഒരു കഥ, ബൈബിളിൽ നിന്നൊരു കഥ വായിക്കണായിരുന്നപ്പോൾ. അതായത് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ചർച്ചിൽ. ഒരു ചെറിയ റൂമായി നിറച്ചോളായിരുന്നു, ഫുള്ളാളായിരുന്നു, തിങ്ങി നിൽക്കണമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നടന്നിട്ടിപ്പോൾ ഒരു 25 വർഷമായി, 25-26 വർഷമായിട്ടുണ്ട്. ഓക്കെ, എനിക്കൊരു 28 വയസ്സുള്ള സമയത്ത്. അപ്പോൾ അവർ വായിച്ചത് ഇപ്രകാരമായിരുന്നു. അതായത് പത്രോസ് റോമിൽ പോകുന്നില്ല. പത്രോസ് റോമിൽ പോകാണ്ട് മടിച്ചിരിക്കണേ പേടിച്ചിട്ട്. റോമിൽ പോയി കഴിഞ്ഞാൽ പത്രോസിനെ തട്ടും എന്നുള്ള അറിവ് പത്രോസിന് കിട്ടി. അപ്പോൾ യേശു പത്രോസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പത്രോസേ റോമിൽ പോടാന്ന് പറഞ്ഞേ, റോമിൽ പോയി നീ എനിക്ക് സാക്ഷ്യം പറയാൻ പറഞ്ഞേ. അപ്പോൾ പത്രോസ് പറയുന്നു, അയ്യോ റോമിൽ പോയി കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലും. അപ്പോൾ യേശു തിരിഞ്ഞ് നടന്നു പോകണ മാതിരി ഭാവിച്ചു. ആ തിരിഞ്ഞ് നടന്നു പോകണ മാതിരി ഭാവിച്ചു എന്ന് വേറെ രംഗമുണ്ട്. എമ്മാവൂസിലേക്ക് പോകുമ്പോൾ അത് ലൂക്കായുടെ പുസ്തകത്തിലുണ്ട്. ഇതേപോലെ തന്നെ പ്രവൃത്തി ചെയ്യുന്നുണ്ട് യേശു. അതായത് നടക്കണ പോലെ ഭാവിക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ എങ്ങോട്ടാണ് പോകണേന്ന്. മനസ്സിലായോ? അപ്പോൾ പത്രോസ് ചോദിച്ചു എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, ഞാൻ ഗൊൽഗോത്തയിലോട്ട് പോകണേ, ഞാൻ എന്നെ ഒന്നും കൂടി കുരിശി കയറ്റാൻ പോകണേന്ന് പറഞ്ഞു, കുരിശി തറച്ച് മരിക്കാൻ പോകണേന്ന്. അപ്പോൾ പത്രോസ് തടയും, അയ്യോ ഞാൻ പൊക്കോളാം, റോമിലോട്ട് പൊക്കോളാം.
അങ്ങനെയാണ് പത്രോസ് റോമിൽ പോണത്. അത് ആ പോക്ക് അവസാനത്തെ പോക്കാണ് പത്രോസിൻ്റെ. ശരിക്കും പറഞ്ഞാൽ യേശു കൊല്ലണയാണ് പത്രോസിന്. മനസ്സിലായോ? പത്രോസ് ആ പോക്കിൽ പത്രോസിനെ അവർ കുരിശി കയറ്റി എന്ന് പറഞ്ഞാൽ കുരിശി കയറ്റുന്ന സമയത്തും ഇതൊന്നും ബൈബിളിൽ എഴുതിയേക്കണ കാര്യമല്ല കേട്ടോ, ക്രിസ്ത്യൻ ഹിസ്റ്ററിയാണ് ഞാൻ പറയണത്. കുരിശി കയറ്റിയപ്പം പത്രോസ് പറഞ്ഞു, എൻ്റെ ഗുരുവിനെ നിങ്ങൾ നേരെയല്ലേ കയറ്റിയത്, എന്നെ തലകീഴായിട്ട് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിനെ തലകീഴായിട്ട് കുരിശി തിറക്കണ ഒരു സംഭവമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അങ്ങനെയാണ് പത്രോസ് മരിച്ചത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവസാനത്തെ സമയത്ത് യേശു എല്ലാ ശിഷ്യന്മാരെയും കാല് കഴുകണമല്ല. പത്രോസിൻ്റെ അടുത്തെത്തും. പത്രോസ് പറയും, അയ്യോ ഞാനല്ലേ നിൻ്റെ കാല് കഴുകേണ്ടത്, നീ എന്തിനാ എൻ്റെ കാല് കഴുകണമെന്ന് ചോദിക്കും. അപ്പോൾ യേശു പറയും, നീ ഇപ്പം എന്നെ നിൻ്റെ കാല് കഴുകാൻ സമ്മതിച്ചില്ലെങ്കിൽ നിനക്ക് ഞാനുമായിട്ട് പങ്കില്ലെന്ന് പറയും. എന്തൊരു ഡയലോഗ്! ഈ കൊള്ള സംഘത്തിൽ നിനക്കിനി ഭാഗമില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ പത്രോസ് പറയും, എന്നാൽ നീ എൻ്റെ കാലല്ല, നീ എന്നെ മൊത്തത്തിൽ അങ്ങോട്ട് കഴുകിക്കോളാൻ പറയും. അപ്പോൾ തന്നെ യേശു പറയും, നീ കുളിച്ചവനല്ലേ, നിന്നെ കാല് മാത്രം കഴുകിയാൽ മതി എന്ന് പറയും. എന്നിട്ട് കാല് കഴുകണേ. അപ്പോൾ അതിന് പത്രോസ് ഒരു കാര്യം പറയും, നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണെന്ന് പറയും പത്രോസ് പറയും. അപ്പോൾ യേശു പറയും, ഓ നീ എനിക്ക് വേണ്ടി മരിക്കുമല്ലേ? സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് രാത്രി ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് കോഴി 3 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറയും. അത് മാർക്കിൻ്റെ പുസ്തകത്തിൽ. ഇത് തന്നെ ലൂക്കായുടെ പുസ്തകത്തിൽ നോക്കിയാലേ, ഇന്ന് നീ 3 പ്രാവശ്യം തള്ളിപ്പറയാണ്ട് കോഴി കൂവില്ല എന്നാണ് പറഞ്ഞത് യേശു. മനസ്സിലായോ? ഇനി ലൂക്കായുടെ പുസ്തകത്തിലെ കഥ എടുത്ത് നോക്കുക, നമുക്കത് വായിച്ചു നോക്കാം. അതായത് ഒരു ചാപ്റ്റർ 23 ആ ഭാഗത്ത് കാണാൻ പറ്റും. അവിടെ ലൂക്കായുടെ പുസ്തകത്തിൽ യേശു പറയുന്നത് കോഴി കൂവില്ലെന്നാണല്ലോ 3 പ്രാവശ്യം തള്ളിപ്പറയേണ്ടത്. അപ്പോൾ ലൂക്കായുടെ പുസ്തകത്തിലെ കോഴി വെയിറ്റ് ചെയ്യണേ. പത്രോസ് ആദ്യം തള്ളിപ്പറയും, ലൂക്കായുടെ പുസ്തകത്തിലെ കോഴി കൂവില്ല. 2ാമത് തള്ളിപ്പറയും, കൂവത്തില്ല. 3ാമത് തള്ളിപ്പറയുമ്പോഴാണ് കൂവണത്. മനസ്സിലായി? കാരണം ലൂക്കായുടെ പുസ്തകത്തിലെ കോഴിക്കറിയാം, ലൂക്കായുടെ പുസ്തകത്തിൽ യേശു പറഞ്ഞേക്കണത് പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറയാതെ കോഴി നീ കൂവി മിണ്ടിപ്പോരുന്ന പറഞ്ഞേക്കണെന്ന്. മനസ്സിലായോ? പക്ഷെ മാർക്കോസിൻ്റെ പുസ്തകത്തിൽ എങ്ങനെ പറഞ്ഞേക്കണം? കോഴി 2 പ്രാവശ്യം കൂവണതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറഞ്ഞേക്കണം. മനസ്സിലായോ? അപ്പോൾ മാർക്കോസിൻ്റെ പുസ്തകത്തിൽ പത്രോസ് 1 പ്രാവശ്യം തള്ളിപ്പറയും, അപ്പോൾ തന്നെ കോഴി കൂവും. ആ കോഴി ലൂക്കായുടെ പുസ്തകത്തിൽ കൂവുന്നില്ല. എന്ത് പറയാനാണ് നോക്കുന്നത്? മനസ്സിലായി? ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ടൈം മാഗസിനിൽ ഒരിക്കൽ 2000 മില്ലേനിയം എഡിഷൻ ഓഫ് ടൈം മാഗസിൻ സ്പെഷ്യൽ എഡിഷൻ ഇറക്കിയായിരുന്നു. അപ്പോൾ അതിൽ അതിൻ്റെ കവർ പേജിൽ തന്നെ ഹൂ ഈസ് ജീസസ് അതായിരുന്നു കവർ. അപ്പോൾ കവറിൽ ഡിസ്കസ് ചെയ്യണ കാര്യം ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്തെന്ന്, ഈ ഗോസ്പൽ എന്ന് പറയുന്ന ലാഫിങ് സ്റ്റോക്കാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? അതായത് ഇതുവരെ കോമാളി പുസ്തകം തമാശ പൊട്ടിച്ചിരിക്കാം. കാരണം ഈ കോഴി മാർക്കോസിൽ പറയണ പോലെയാണ് കോഴി കൂവണത്, ലൂക്കാസിൽ പറയുമ്പോൾ അതനുസരിച്ച് കോഴി കൂവണം. ഇതിനൊരു യുക്തി ചെലുത്തണം എങ്ങനെയാണെന്ന് അതും കൂടി ഞാൻ പറഞ്ഞില്ല, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്നും കൂടി. കാരണം ഇതെല്ലാം എഴുതിയേക്കണത് ഒരേ ആൾ തന്നെ. ലൂക്കായിൽ എന്താണ് എഴുതിയേക്കണതെന്ന് മാർക്ക് എഴുതിയേക്കണ ആൾക്കറിയാം, മാർക്കിൽ എഴുതിയേക്കണ എന്താണെന്ന് ലൂക്കിൽ എഴുതിയേക്കണ ആൾക്കറിയാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മത്തായിയുടെ പുസ്തകത്തിൽ പറയുന്നത്, when Jesus heard that John the Baptist had been arrested, he withdrew into Galilee.
ഹാഡ് ബീൻ അറസ്റ്റഡ് എന്നല്ല, ഹാഡ് ബീൻ പുട്ട് ഇൻ ടു പ്രിസൺ. സ്നാപക ജയിലിലായി എന്ന് അറിയുമ്പോൾ when Jesus heard that John the Baptist had been put into prison, he withdrew into Galilee എന്ന് പറയുന്നു. അതായത് ജീസസ് കണ്ടില്ല യോഹന്നാനെ അറസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ കേട്ടു യോഹന്നാനെ പൊക്കിയടാന്ന്. ഒരേ കൊള്ളസംഘത്തിലുള്ള ഒരാളെ ഒരു കൊള്ളക്കാരനെ പിടിച്ച്. അപ്പോൾ തന്നെ മറ്റേക്കാർ വീട്ടി. ഇത് ആരാണ് ഈ അറിവ് കൊടുത്തത്? ഇതൊക്കെ ബൈബിളിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഞാൻ വേറൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിലോട്ട് വരാം. നൗ അങ്ങനെ ജീസസ് യൂദാദേശത്തു നിന്ന് ഗലീലയിലേക്ക് പോയി. ഗലീലി കടൽ തീരത്തു കൂടി അവൻ നടന്നു പോകുന്ന സമയത്ത് അവിടെ മീൻവല നന്നാക്കുന്ന 3-4 പേരെ കണ്ടു. അത് പത്രോസ്, അന്ത്രയോസ്, യോഹന്നാനും യാക്കോബും. ഇവരും ഇവരുടെ പിതാവും ഇരുന്ന്, ഇവരുടെ ഫാദേഴ്സും ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഇരുന്ന് മീൻവല നന്നാക്കണേ. അപ്പോൾ യേശു അവരോട് പറഞ്ഞേ, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവർ വലയും തങ്ങളുടെ പിതാക്കളെയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് യേശുവിന് ശിഷ്യന്മാരെ കിട്ടുന്നത്. ആദ്യത്തെ ശിഷ്യന്മാർ, യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാർ ഈ 4 പേരാണ്. പിന്നെ ഇവർ വഴിയാണ് വേറെ ആൾക്കാർ, ഫിലിപ്പും അവരൊക്കെ വന്നത്. മനസ്സിലായി? നൗ ഇത് മത്തായിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുവിന് ആദ്യ ശിഷ്യന്മാരെ കിട്ടുന്നത് നമ്മുടെ സ്നാപകയോഹന്നാൻ അറസ്റ്റിലായി, സ്നാപകയോഹന്നാൻ ജയിലിലായി. അതിനുശേഷമാണ് യേശുവിന് ശിഷ്യന്മാരെ കിട്ടണമെന്നാണ് പറഞ്ഞത്. പക്ഷേ യോഹന്നാൻ്റെ പുസ്തകം 3-ാം അധ്യായം അവിടെ പറയുന്നത്, 3-ാം അധ്യായം 2-ാം വാക്യമോ 3-ാം വാക്യം എന്തോ, നിങ്ങൾ പോയി നോക്കിക്കോളൂ. യോഹന്നാൻ്റെ പുസ്തകം 3-ാം അധ്യായം. യേശു സ്നാപനം നൽകിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരും കൂടി ചേർന്നിട്ട് ആൾക്കാരെ ബാപ്റ്റൈസ് ചെയ്യുന്നു. അതേ സമയത്തിൽ തന്നെ സ്നാപക യോഹന്നാനും ശിഷ്യന്മാരും വേറൊരു സ്ഥലത്ത് ബാപ്റ്റിസം നടത്തുന്നു. ഹൗ ഇസ് ദിസ് പോസിബിൾ? സ്നാപക യോഹന്നാനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമല്ലേ യേശുവിന് ശിഷ്യന്മാരെ കിട്ടുന്നത്? അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരൂലേ? ഇപ്പം എന്നെപ്പോലെ ഒരുപാട് തവണ ബൈബിൾ വായിച്ചിട്ടുള്ളവരുടെ അടുത്തെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരൂലേ? കാരണം അവർക്ക് ഓർമ്മയുണ്ടാവും, അവിടെ മത്തായിൽ അങ്ങനെയല്ല പറഞ്ഞേക്കണേന്ന്. മനസ്സിലായി? അപ്പോൾ തന്നെ ഇത് പറഞ്ഞിട്ട്, ഒരു നുണ പറഞ്ഞിട്ട് അത് കവർ ചെയ്യാനായിട്ട് വേറെ നുണ എഴുതി വെച്ചേക്കണേ. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ അപ്പോൾ അറസ്റ്റിലായിരുന്നില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചേക്കൻ. മനസ്സിലായോ? അതായത് മത്തായിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് യേശുവിന് ശിഷ്യന്മാരെ കിട്ടണമെന്ന് യോഹന്നാൻ അറിയാം, യോഹന്നാൻ എഴുതിയേക്കണ ആൾക്കറിയാം. മനസ്സിലായോ? ഇനി എല്ലാം പോട്ടെ. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതായത് യേശു തന്നെയാണ് ബൈബിൾ എഴുതിയേക്കണേന്ന്. എന്താണത് പറയേണ്ടത്? എന്താണ് ആ കാര്യം? ഞാൻ പറയട്ടെ. അതായത് ഗെത്സമനിയിലെ പ്രെയർ. ആദ്യം തന്നെ ലൂക്കായുടെ വെർഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ലൂക്കായുടെ ബൈബിള് തുടങ്ങുന്നതുണ്ട്, അതായത് ചാപ്റ്റർ 1 വേഴ്സ് 1. അവിടെ പറയുന്നത്, തിയോഫെലിസേ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ തിയോഫെലിസേ, നമ്മുടെ ഇടയിൽ നടന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു വിസ്തരിച്ച് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി.
ഞാനത് ഈ നമ്മുടെ ഇടയിൽ നടന്ന കാര്യം, അതായത് യേശുവിൻ്റെ ജനനം, അതാണല്ലോ അയാൾ എഴുതണത്, ജനനം, ജീവിതം, മരണം. അപ്പോൾ ഞാനത് അതിന് ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു. അതായത് ലൂക്ക് യേശുവിൻ്റെ ശിഷ്യനല്ല, യേശുവിൻ്റെ ഈ 12 പേരിലുള്ള ആളല്ല, 12 പേരാണ് ദൃക്സാക്ഷികൾ. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് തയ്യാറാക്കിയേക്കണ ഒരു അക്കൗണ്ടാണ് ഇത് എന്നും പറഞ്ഞിട്ടാണ് ലൂക്കയുടെ പുസ്തകം തുടങ്ങണത്. മനസ്സിലായി? എല്ലാം ലൂക്കിൽ എഴുതിയേക്കണ എല്ലാം ദൃക്സാക്ഷി വിവരണമാണെന്നാണ് പറഞ്ഞത്. ലൂക്കിൻ്റെ പുസ്തകത്തിൽ ഗെത്സെമനി പ്രയറിൽ മറ്റുള്ള പുസ്തകത്തിലില്ലാത്ത ഒരു ഐറ്റവും കൂടി അതിൻ്റെ അകത്തുണ്ട്. ആ ഐറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗെത്സെമനി പ്രയറിൽ ജീസസ് പ്രാർത്ഥിച്ചു. അവൻ്റെ മനസ്സ് വളരെ പ്രക്ഷുബ്ധമാവാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്ന സമയത്ത്. അപ്പോൾ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ, വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ ഭൂമിയിൽ പതിച്ചു എന്നെഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രയർ കഴിഞ്ഞിട്ട് യേശു തിരിച്ചു വന്നിട്ട് പ്രയറിലോട്ട് പോകുന്ന ഒരു സന്ദർഭമുണ്ട്, അതും കൂടി പറയാം. അതായത് അവസാന അത്താഴ സമയത്ത് ഈ യൂദാസിനോട് പറയണേ, നീ ചെയ്യാനിരിക്കുന്ന വേഗം പോയി ചെയ്യുന്നു. അപ്പോൾ യൂദാസ് പോലീസിനെ വിളിക്കാൻ പോയേക്കണേ. അപ്പോൾ യേശുവിനറിയാം ഇത്ര സമയം എടുക്കും, എല്ലാം അറിയാം. അപ്പോൾ കുറേ നേരം കൂടി അവിടെ തന്നെ ഇരിക്കും. അവസാന അത്താഴം നടന്ന ആ റൂമിൽ തന്നെ ഇരിക്കും. യേശു ഈ ശിഷ്യന്മാരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം യേശു പറയും, വരൂ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയും പെട്ടെന്ന്. അതിന് കാരണമുണ്ട്. ഓക്കെ, അത് ഞാൻ വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി അത് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്ന് പോയിട്ട് ഗെത്സെമനിയിൽ എത്തണത്. മനസ്സിലായോ? അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ യേശു ഈ 3 ശിഷ്യന്മാരെ മാത്രം വേർപെടുത്തി കൊണ്ടുപോകും. അതായത് പത്രോസിനെയും യോഹന്നാനെയും യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബിനെയും. ഈ 3 പേരെയും കൂടി കൊണ്ടുപോകും. എന്നിട്ട് അവൻ അവരിൽ നിന്ന് മാറി ഒരു കല്ലേറ് ദൂരം മാറി എന്നാണ് എഴുതിയേക്കണത്. സ്റ്റോൺ ത്രോ ഡിസ്റ്റൻസ് എന്നാണ് എഴുതിയേക്കണത്. അതൊരു കല്ലേറ് ദൂരം. കല്ലിൻ്റെ വലിപ്പം പറയുന്നില്ല. വലിയ കല്ലാണെങ്കിൽ അധികം ദൂരമൊന്നും എറിയാൻ പറ്റത്തില്ല, ചെറുതാണെങ്കിൽ ഒരുപാട് ദൂരം എറിയാൻ പറ്റും. എനിവേ, കല്ലേറ് ദൂരം മാറിയിട്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരം ഒരുപാട് വൈകിയിരുന്നു, അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ഓക്കെ, പാർട്ടിയും കുടിയും എല്ലാം, ഗലീലിൽ നിന്ന് വന്ന വേശ്യകളും മറിയം മഗ്ദലേനയും അതിൻ്റെ കൂടെ മദ്യവും എല്ലാം കൂടി നല്ലൊരു ബാച്ചിലേഴ്സ് പാർട്ടി കഴിഞ്ഞിട്ട് പോണേണത് ഗെത്സെമനിലോട്ട്. മനസ്സിലായോ? ദൈവപുത്രനാണത്രേ. എന്താ പറയുക? അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് യേശു തിരിച്ചു വരും. അവർ രക്തത്തുള്ളികൾ വീണെന്ന് എഴുതിയിട്ടുണ്ട്, ലൂക്ക് എഴുതിയേക്കണേ. പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ കിടന്നുറങ്ങണേ. ആ ലൂക്ക് പറയുന്ന ദൃക്സാക്ഷികളൊക്കെ ഉറക്കുമായിരുന്നു. ഇനി അവർ ഉണർന്നിരിക്കണമെങ്കിൽ തന്നെ ഒരാളുടെ മേത്തുനിന്ന്, അത് അർദ്ധരാത്രി സമയം, അന്നത്തെ കാലത്ത് സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല. മനസ്സിലായോ? കൂരാകൂരി ഇരുട്ടായിരിക്കും. ആ ഇരുട്ടിൽ ഒരാളുടെ മേത്തുനിന്ന് വേർപ്പ് തുള്ളി വീണത് ഇത്ര കല്ലേറ് ദൂരം മാറി നിൽക്കണ ഒരാൾ, ആളുടെ ദേഹത്തുനിന്ന് ഒരു വേർപ്പ് തുള്ളി വീണത് ഈ ഇരുട്ടത്തെ എങ്ങനെ കാണാനാണ്? അപ്പോൾ ഇതിൻ്റെ ദൃക്സാക്ഷി തരാൻ ലൂക്ക് പറഞ്ഞത് ഇതൊക്കെ ദൃക്സാക്ഷി എന്ന് എഴുതിയെന്നല്ലേ? അല്ലേ? അപ്പോൾ അത് കള്ളമല്ലേ അത്? അല്ലേ? അപ്പോൾ പിന്നെ ഇത് ശരിക്കും എഴുതി തരാണ്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്, എന്നാലും ഞാൻ അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഓപ്പണായിട്ട് വെക്കണേന്. ഓക്കെ, വലിയൊരു സബ്ജക്റ്റാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് തെളിവ്, എൻ്റെ വാദം ആണ് ശരിയെന്ന് തെളിയിക്കാനായിട്ട്. അതായത് ഇത് മത്തായി, മാർക്കോസും, ലൂക്കാസും, യോഹന്നാനൊന്നും അല്ല എഴുതിയേക്കണത്. ഈ 4 പുസ്തകം അത് എഴുതിയേക്കണത് ജീസസ് തന്നെയാണ് എഴുതിയേക്കണത് എന്നതാണ് എൻ്റെ ഫൈൻഡിങ്. ഓക്കെ, അപ്പോൾ ഒരുപാട് നേരം സംസാരിച്ചു, 34 മിനിറ്റായി. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.